ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ആകെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ. അതിൽ ഞാൻ പക്ഷേ എന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ പേര് അലീന തോമസ്. ഞാനിവിടെ കാനഡയിലെ ഒരു മൈക്രോബയോളജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഞാൻ അതിൽ ഇട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, ലവ് യുവർ സെൽഫ്. അത് കൈൻഡ് ഓഫ് എൻ്റെ ലൈഫിലെ മോട്ടോ ആണ്. നമ്മളിങ്ങനെ പറയുമ്പോൾ അതൊരു എന്താ പറയുക, സിമ്പിൾ സെൻറ്റൻസ് പോലെ തോന്നും. പക്ഷേ എനിക്കത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. എൻ്റെ ലൈഫിൽ ഞാൻ എന്നും ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ലവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ സ്നേഹിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ലവ് നിങ്ങളായിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, പേരൻസിനെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ പാർട്ട്ണറിനെയാണ് ഇഷ്ടം. ശരിക്കും അങ്ങനെയാണോ? അങ്ങനെ അല്ല. ശരിക്കും നമുക്ക് നമ്മളെ തന്നെയാണ് ഇഷ്ടം. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെക്കാളും നന്നായിട്ട് അറിയാവുന്ന ആരും ഉണ്ടാവില്ല. അപ്പോൾ മിക്കപ്പോഴും ഈ ലവ് യുവർ സെൽഫ് എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റി വെക്കാറുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ, ഇപ്പം ഞാൻ മൈക്രോബയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നു. അപ്പോൾ കൂടുതലും ഞാൻ ഈ ഏൺ ചെയ്യുന്ന പൈസ സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. പക്ഷേ ഞാൻ വിചാരിക്കും എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റി വെക്കണം. എൻ്റെ ആഗ്രഹങ്ങൾ എപ്പോഴുമൊക്കെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഒരു സ്നേഹമില്ലാത്ത പോലെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. അപ്പോൾ എന്നോട് തന്നെയുള്ള ഒരു സ്നേഹം കാണിക്കാൻ ഈ ഇടയ്ക്ക് ഞാൻ ഒരുപാട് നാളായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇങ്ങനെ കാത്ത് സൂക്ഷിച്ച് വെച്ചിരുന്ന, ഓർഡർ ചെയ്തിട്ട് ഇത് എന്നാ വരുന്നതെന്ന് ഞാനിങ്ങനെ നോക്കി നിന്ന് മേടിച്ച ഒരു സാധനം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. എനിക്ക് ഈ സംഭവങ്ങൾ തുറക്കുന്ന കാര്യത്തിൽ അത്ര മിടിക്കില്ല. എപ്പോൾ തുറന്നാലും ഞാൻ ചാളം പോളാണ് തുറക്കാൻ. ഇപ്പോൾ ഒരു കത്ത് വന്നാൽ തന്നെ കത്ത് കീറാതെ കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ചാളം പൂളം തുറന്ന് എല്ലാം നശിപ്പിക്കും. Guys, I'm so excited. ഇതാണ് നമ്മുടെ സംഭവം. കുറേ നാളായിട്ട് ഒരു ഹെഡ്ഫോൺസ് വാങ്ങിക്കണമെന്നായിരുന്നു എനിക്ക്. അതിൽ തന്നെ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമുക്കിപ്പോ എസ്തെറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആണല്ലോ. അപ്പം അവരുടെ ഒരു മാർക്കറ്റിംഗും അങ്ങനെ തന്നെയാണ്. ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ലുക്കുള്ള ഒരു ഹെഡ്ഫോൺസ് ആണ് മാർഷലിന്റെ ഹെഡ്ഫോൺസ്. ഞാൻ കുറേ നാളായിട്ട് നോക്കി വെച്ചിരുന്നതാണ്, ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. നമുക്കിത് തുറന്ന് ബാക്കി നോക്കാം. മാർഷൽസിന്റെ തന്നെ മേജർ 5 സീരീസിൽ വരുന്ന ഹെഡ്ഫോൺസ് ആണിത്. ഇതിന് മുന്നേ വരുന്നത് മേജർ 4 ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു യുണീക് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു വിന്റേജ് വൈബ് ഒക്കെയാണ് എന്നെ ഇത് മേടിക്കാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച കാര്യം. ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഡിസൈനാണ്. ഇങ്ങനെ തന്നെ മടക്കിയിട്ട് നമുക്ക് ബാഗിലും എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാം. പിന്നെ ഇത് എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണിത്. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഹെഡ്ഫോൺസിനേക്കാളും ഒരുപാട് വെയിറ്റ് കുറവ്. ആൻഡ് ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് ലെതറാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. നാളുകൂടിയാണ് ഒരു സാധനം വാങ്ങിച്ചിട്ട് ഇത്രയും സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഒക്കെ വരുന്നത്. ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയില്ല, പക്ഷെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. കാരണം ഇതിന്റെ എസ്തെറ്റിക് ലുക്ക് ആയിരുന്നു എനിക്ക് മെയിൻ. അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. വൈറ്റ് ഉണ്ടാവും, ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്. പക്ഷെ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡിസൈനാണ്. ഭയങ്കര എലഗന്റ് ആണ് ഇവരുടെ ഡിസൈൻ. ഈ ഒരു സംഭവം, ഈ സാധനം, പിന്നെ എഴുതി വെച്ചിരിക്കുന്ന ഫോണ്ട്, പിന്നെ ഈ സൈഡിലത്തെ കമ്പി, ഇതൊക്കെയാണ് എന്നെ മെയിൻലി അട്രാക്ട് ചെയ്ത സാധനങ്ങൾ. വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് കംഫർട്ട്. നല്ല ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, നല്ല കംഫർട്ട്. ഇത് വെച്ചപ്പോൾ തന്നെ എനിക്ക് ചുറ്റുമുള്ള പകുതിയും കേൾക്കാൻ പറ്റുന്നില്ല. കൊള്ളാം. പിന്നെ ഈ ബോക്സിൽ ഇനി ബാക്കിയുള്ളത് യൂസർ ഗൈഡ് ഒക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു യൂസർ ഗൈഡ് ഉണ്ട്, പിന്നെ ഒരു ലീഗൽ സേഫ്റ്റി, അങ്ങനത്തെ കുറെ എന്തൊക്കെയോ കുഞ്ഞു അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ സ്ഥിരമായിട്ട് വായിക്കാറുണ്ടല്ലോ. ഇത് പിന്നെ നമുക്ക് യൂസർ ഗൈഡിൽ എന്താ എഴുതിയിരിക്കണേന്ന് നോക്കാം. യൂസർ ഗൈഡിൽ ആ നോബ് പ്രസ് ചെയ്ത് ഓൺ ആക്കുന്ന കാര്യം, പിന്നെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാ സെറ്റിങ്സും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലീഗൽ ഗൈഡ് വരുന്നുണ്ട്. അറബിയൊക്കെ ഉണ്ടല്ലോ, പല പല ഭാഷകളുണ്ട്. നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കാം. ഇതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി വരുന്നത് വയർലെസ് ചാർജിങ് ആണ്. ചാർജ് ചെയ്താൽ തന്നെ 100+ hours ഇതിന് പ്ലേ ടൈം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതൊക്കെ ഇനി എനിക്ക് യൂസ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് റിവ്യൂ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, റിവ്യൂ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഫോണായിട്ട് കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കൊരു പാട്ട് വെച്ച് നോക്കാം. വർക്കൗട്ട് ചെയ്യുമ്പോഴും
അല്ലെങ്കിൽ ഞാൻ ഡാൻസ് ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ പാട്ട് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ലൈഫിൽ പാട്ടില്ലാണ്ട് ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രയും പാട്ട് കേൾക്കുന്ന ഒരാളെന്ന നിലയിൽ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അതും നല്ല ക്വാളിറ്റിയിൽ എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവരുടെ സ്പീക്കർ ഓൾറെഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിനിമം ഗ്യാരണ്ടി ഇതിനുണ്ടാവും എന്ന് എനിക്ക് അറിയാത്തത്. അതുകൊണ്ട് പാട്ടൊക്കെ നല്ല രസമുണ്ട് ഗൈസ്. ബാക്കി ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് എനിക്ക് വലിയ പിടുത്തില്ല. പയ്യെ അതൊക്കെ നോക്കി കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.